അയാൾ അങ്ങനെ ദുർഗയുടെ ഗ്യാങ് അവൾക്കങ്ങ് കോൾ ചെയ്തിട്ട് കാര്യങ്ങളെല്ലാം പറയാണ്. ബെഞ്ചമിൻ്റെ കയ്യിൽ നിന്ന് അവർ ആ രണ്ട് പേരെ കൂടി കണ്ടിട്ടുണ്ട്. ഒരാൾ മാസ്ക് ഇട്ടിട്ടാണ്, മറ്റാൾ ഈ അമൃത മേഡം തന്നെയാണ് എന്ന് അവരുടെ ആ ടീം അങ്ങ് ദുർഗനോട് ഫോൺ വിളിച്ച് പറയാണ്. അപ്പോൾ ദുർഗ പറയുന്നുണ്ട്, അപ്പോൾ അമൃത മേഡം തന്നെയാണ് എന്ന് ഉറപ്പിച്ച സ്ഥിതിക്ക് കൂടെയുള്ള ആ സ്ത്രീ എന്തായാലും ശ്യാമ തന്നെയാകും. അതുകൊണ്ട് നിങ്ങൾ അവരെ എങ്ങോട്ടാണ് അവരെ മാറ്റുന്നത് എന്ന് കറക്റ്റായിട്ട് ഫോളോ ചെയ്തോളൂ. ഞങ്ങൾ രണ്ടുപേരും, ഞാൻ കിരണിനെ വിളിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും എത്രയും പെട്ടെന്ന് അങ്ങോട്ട് എത്താം, നിങ്ങൾ അവരെ ഫോളോ ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ എല്ലാവരും കൂടിയിട്ട് പറയുന്നുണ്ട്, ദുർഗ പറയുന്നത് അവരെ നമ്മൾ ഫോളോ ചെയ്യാനാണ്, അതുകൊണ്ട് നമുക്ക് അവരെ ഫോളോ ചെയ്ത് പോകാം എന്നൊക്കെ അങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ ബെഞ്ചമിന് നേരെ അവർ രണ്ടുപേരെ ആ ഗുണ്ടകളെ എല്ലാവരും കൊണ്ട് അവർ കാറ് കയറിയിട്ട് അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇവരുടെ ഈ ദുർഗയുടെ ടീമും അവരുടെ പിന്നാലെ അങ്ങ് വെച്ച് പിടിക്കുകയാണ്. അപ്പം വെച്ച് പിടിക്കുന്ന സമയത്ത് ബെഞ്ചമിനും ഗ്യാങ്ങും ഇവിടെ പിന്നാലെ ഒരാൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞിട്ടില്ല. അവരങ്ങ് പോകുന്നുണ്ട്. അവരുടെ തൊട്ട് പിന്നാലെ തന്നെ അവരെ ട്രേസ് ചെയ്തുകൊണ്ട് ദുർഗയുടെ ടീമും അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ദുർഗക്കാണെങ്കിൽ ഇപ്പോൾ ചെറിയൊരു ക്ലൂ കിട്ടിയിരിക്കുകയാണ്, ശ്യാമ മരിച്ചിട്ടില്ല, ജീവനോടെ ഉണ്ടെന്ന്. അപ്പോൾ ഈ രാധികയുടെ ആ ഒരു ടെൻഷനൊക്കെ കണ്ടിട്ട് അവൾക്ക് ചെറിയൊരു ആശ്വാസം കൊടുക്കുക എന്ന് ദുർഗക്കും ഒന്ന് തോന്നുകയാണ്. അപ്പോൾ ദുർഗ നേരെ പോയിട്ട് നമ്മുടെ രാധികനോട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, രാധിക നീ എന്തിനിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നത്, ഞാൻ എന്നോടൊരു കാര്യം പറയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവളോട് ഇങ്ങനെ സംസാരിക്കാണ്. അവളോട് പറയുന്നുണ്ട്, നിൻ്റെ അമ്മ വലിയ പ്രശസ്തിയായിട്ടുള്ള പാട്ടുകാരിയല്ലേ, അങ്ങനെ പ്രശസ്തിയായിട്ടുള്ളൊരു പാട്ടുകാരിക്ക് മരണം ഉണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നിങ്ങനെ ഒരു ചെറിയൊരു ക്ലൂ അങ്ങ് കൊടുക്കുന്നുണ്ട്. പക്ഷേ രാധിക അങ്ങനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, അതെന്താ അങ്ങനെ പറഞ്ഞത്, എൻ്റെ അമ്മ എന്ന് പറഞ്ഞ ഒരുപാട് മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ പാടിയതാണ്, അതുകൊണ്ട് ആ പാട്ടുകൾക്കൊന്നും ഒരിക്കലും അവരുടെ ആരാധകരുടെ ഇടയിൽ മരണമില്ല, അതുകൊണ്ട് എൻ്റെ അമ്മക്ക് ഒരിക്കലും മരണമില്ല എന്നിങ്ങനെ അവളങ്ങ് തിരിച്ചു പറയുന്നത്. അപ്പോൾ ദുർഗ പറയുന്നുണ്ട്, അതൊക്കെ ശരി തന്നെ, പക്ഷേ ഞാൻ നിന്നോട് ഒരു കാര്യം പറയട്ടെ എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് അവളോട് ഒരു കാര്യം അങ്ങ് പറയുന്നുണ്ട്. ഈ നമ്മുടെ ഈ ശ്യാമ മേഡം എന്ന് പറയുന്നത് നമ്മൾ മരിച്ചു എന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല. ഒരു ഡെഡ് ബോഡിയുടെ അടുത്ത് നിന്ന്, ഒരു കത്തി കരിഞ്ഞ ഒരു ശവശരീരത്തിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് നിൻ്റെ അമ്മയുടെ കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടി എന്നുള്ളത് മാത്രമാണ് നിൻ്റെ അമ്മ മരിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കാനുള്ളൊരു കാരണം എന്ന് അവളോട് അങ്ങ് പറയണേ. അപ്പോൾ അത്രയും നേരം ടെൻഷൻ അടിച്ചിരുന്ന അവൾക്ക് അവളുടെ മനസ്സിൽ ചെറിയൊരു പ്രതീക്ഷയുടെ ഒരു കണിക അങ്ങ് വരുന്നുണ്ട്. അപ്പോൾ അവൾ എന്താ നീ ഉദ്ദേശിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് അവളോടൊരു കുറച്ച് താല്പര്യം പ്രകടിപ്പിച്ച് ഇങ്ങനെ അവളോട് ഇങ്ങനെ സംസാരിക്കാൻ നിൽക്കുകയാണ് ഈ രാധിക. അപ്പോൾ ഈ ദുർഗ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞത് ശരിയല്ലേ, ആ കത്തി കരിഞ്ഞ ഡെഡ് ബോഡി നിൻ്റെ അമ്മയുടേതാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞത് ആകെ ആ അടുത്തുള്ള എവിഡൻസ് വെച്ചിട്ടാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അത് നിൻ്റെ അമ്മയാണോ അല്ലേ എന്നുള്ളത് ഒരു തെളിവും പോലീസിന് കിട്ടിയിട്ടില്ല. പിന്നെ ഫോറൻസിക് റിപ്പോർട്ടും വരാത്തത് കൊണ്ട് തന്നെ അത് ആരുടേതാണ് എന്നുള്ള കറക്റ്റ് നമ്മൾക്കൊരു ധാരണ ഇല്ലാത്തത് കൊണ്ട് നമുക്കൊന്നും ചെറിയൊരു പ്രതീക്ഷയില്ല. അഥവാ നീ നിൻ്റെ അമ്മ എങ്ങാനും അത് നിൻ്റെ അമ്മ അല്ലാതെ യഥാർത്ഥത്തിലൊന്ന് തിരിച്ചു വന്നാലോ, നിൻ്റെ അടുത്തേക്കൊന്ന് വന്നാലോ എന്ന് അവളോട് ഇങ്ങനെ പറയുന്ന സമയത്ത് ഇവൾ അങ്ങ് പെട്ടെന്ന് അവിടെ നിന്ന് ഇരുന്ന എടുത്ത് നിന്ന് എണീറ്റിട്ട് പെട്ടെന്ന് തന്നെ ഓരോ ഓട്ടം വെച്ച് കൊടുക്കണം. അപ്പോൾ ഇവളിത് എങ്ങോട്ടാണ് ഓടുന്നത് എന്നൊക്കെ വിചാരിച്ചിട്ട് ദുർഗ അവളുടെ പിന്നാലെ തന്നെ പോകുന്നുണ്ട്. അവൾ നേരെ പോയിട്ട് അവളുടെ പൂജാമുറിക്ക് അങ്ങ് പോവുകയാണ്. എന്നിട്ട് അവളുടെ ആ ഒരു കണ്ണൻ്റെ മുന്നിൽ അങ്ങ് ഇരുന്നിട്ട് അങ്ങ് കരഞ്ഞങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ അമ്മ എവിടെയെങ്കിലുമൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ, അഥവാ ഇനി നിങ്ങൾക്ക് എൻ്റെ അമ്മനെ ഒന്ന് തിരിച്ചു തരാൻ കഴിയുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ പൊട്ടി കരഞ്ഞങ്ങ് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ദുർഗക്കും ഭയങ്കരമായിട്ട് അങ്ങ് സങ്കടം വരുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ദുർഗ മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു നിങ്ങളുടെ ആരാധികയല്ല കണ്ണ ഇത്, അപ്പോൾ അവളുടെ ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് സാധിച്ചു കൊടുത്തൂടെ, എങ്ങനെയെങ്കിലും ആ ശ്യാമനൊന്ന് രക്ഷപ്പെടുത്തിയ അവളുടെ ആ ഒരു മകളുടെ മുന്നിലേക്ക് അങ്ങ് എത്തിച്ചു കൊടുത്തൂടെ എന്നൊക്കെ അങ്ങനെ ഇവൾ മനസ്സിലങ്ങ് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ രാധികയാണെങ്കിൽ പൊട്ടി കരഞ്ഞ് അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും എൻ്റെ അമ്മ തിരിച്ചു വരൂ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് അവൾ അവിടെ ഇരുന്ന് അങ്ങ് കരഞ്ഞിട്ട് പ്രാർത്ഥിക്കുകയാണ്. കിരണാണെങ്കിൽ സൂര്യനോടും വരുണിനോടും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല ഇനി ഇപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ എത്തിയില്ല, ഇനി ഭാവിയിലേക്കുള്ള പ്ലാനുകളൊക്കെ എന്താണ് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചാണ് അവനോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയണം. അപ്പോൾ ഇവൻ പറയുന്നുണ്ട്, ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി തീരട്ടെ, എന്നിട്ട് വേണം എന്തെങ്കിലുമൊക്കെ ഒരു പ്ലാൻ ചെയ്യാൻ. എന്തായാലും ഞങ്ങൾ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല, ഞങ്ങൾ തിരിച്ച് പ്രതിരോധിക്കും, ഞങ്ങൾ എന്തായാലും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തിരിച്ചു പിടിക്കും എന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഈ കിരണിനോട് അങ്ങ് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ദുർഗ അങ്ങ് അവനെ വിളിക്കുന്നത്. അപ്പോൾ അവനെ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ശ്യാമ മരിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്, ബെഞ്ചമിനെ നമ്മുടെ ടീം കണ്ടെത്തിയിട്ടുണ്ട്, അവരുടെ കൂടെ രണ്ട് സ്ത്രീകളുണ്ട്, ഒന്ന് മുഖംമൂടി ഇട്ടിട്ടുള്ള ഒരാളുമുണ്ട്, ഒന്ന് മുഖംമൂടി ഇടാത്ത ഒരു സ്ത്രീയുണ്ട്, അത് നമ്മുടെ അമൃത മേഡമാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ കൂടെ ഉള്ളത് എന്തായാലും ശ്യാമ തന്നെ ആയിരിക്കും, അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് അവരെ ട്രേസ് ചെയ്തുകൊണ്ട് പോകണം. നമ്മുടെ ബാക്കിയുള്ള ടീമൊക്കെ അവരെ ട്രേസ് ചെയ്ത് പോയിരിക്കുകയാണ്, അതുകൊണ്ട് കിരൺ നീ എത്രയും പെട്ടെന്ന് പോവാ, നമുക്ക് പോകല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇവനിങ്ങനെ ബെഞ്ചമിന് കണ്ടെത്തിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഈ ശ്യാമ മേഡത്തിനെ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ കണ്ടുപിടിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ കേൾക്കാതെ തന്നെ കിരൺ ഇങ്ങനെ ഈ
ദുർഗനോട് സംസാരിക്കണം. പക്ഷേ ഈ വരുണിന് 2 വാക്കുകൾ എന്തായാലും കറക്റ്റായിട്ട് കേട്ടിട്ടുണ്ട്. ഒന്ന് ബെഞ്ചമിന് എന്ന് അവൻ പറഞ്ഞതോ, മറ്റൊന്ന് ശ്യാമ എന്ന് പറഞ്ഞതോ. അപ്പോൾ ഈ ബെഞ്ചമിന് ശ്യാമ ഈ 2 വാക്കുകൾ ഈ കിരണ് പറയുന്നത് കേട്ടിട്ട് ഇവർക്ക് എന്തൊക്കെയോ ഒരു ഡൗട്ട് അടിക്കുകയാണ്. എന്നാലും അവരെന്തിനെക്കുറിച്ചായിരിക്കും പറഞ്ഞത് എന്നൊക്കെ വരുണിനും ഈ സൂര്യക്കും ചെറിയൊരു സംശയം വരുന്നുണ്ട്. അപ്പോൾ ഇവന് ഫോൺ കട്ട് ചെയ്തിട്ട് നേരെ ഇവരുടെ അടുത്തേക്ക് അങ്ങ് പോവാണ്. അപ്പോൾ ഇവരുടെ അടുത്ത് പോകുന്ന സമയത്ത് ഈ വരുണും ഈ സൂര്യൻ കൂടിയിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളിപ്പോൾ എന്തിനെക്കുറിച്ച് ആരോടെ സംസാരിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അത് കുറച്ച് ആളുകൾ എനിക്കൊന്ന് വിളിച്ചതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇവർ ചോദിക്കുന്നുണ്ട്, നീ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞത് ഈ ബെഞ്ചമിനെ എന്നുള്ള കാര്യം ഈ ശ്യാമ എന്നുള്ള കാര്യമൊന്നും അല്ലേ, അതെന്താണ്, ആരാണ് നിന്നോട് സംസാരിച്ചത് എന്നൊക്കെ ഇങ്ങനെ ഈ വരുണ് ഭയങ്കര ഇൻട്രസ്റ്റിൽ അങ്ങ് ചോദിക്കുന്നുണ്ട്. അവൻ കിരണ് പറയുന്നുണ്ട്, അത് കുറച്ച് മീഡിയക്കാരായിരുന്നു, അവരെന്നോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കുത്തി ഇങ്ങനെ ചോദിക്കുകയാണ് ഈ പ്രശ്നത്തിനെ കുറിച്ച്. അപ്പോൾ ഞാൻ അതേക്കുറിച്ചൊന്ന് പറഞ്ഞതാണ്. എന്തായാലും ഞാൻ പോട്ടെ, എനിക്ക് ചെറുതായിട്ടൊരു അർജൻറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് തന്നെ കാറ് കയറി അങ്ങ് പോവുകയാണ്. അപ്പോൾ ഈ വരുണും സൂര്യയും പറയുന്നുണ്ട്, അതൊന്നും അല്ല, അവന് മറ്റെന്തോ ഒരു ലക്ഷ്യമുണ്ട് എന്നാണ് തോന്നുന്നത്. ഈ ഒരു സമയത്ത് ഈ ദുർഗയും കിരണും കൂടി വെറുതെ ഒന്നും ആവില്ല ആറ്റുവാശ്ശേരിക്ക് വന്നിട്ടുണ്ടാവുക, എന്തെങ്കിലുമൊക്കെ ഒരു കാരണം ഉണ്ടാകും. അവരിനി പോലീസുകാരോ മറ്റോ എങ്ങാനും ആണോ എന്നൊക്കെ ഇവരിങ്ങനെ ഡൗട്ട് അടിക്കുകയാണ്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, എന്തായാലും അവർ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് ഉറപ്പിക്കാം, അതിന് നമുക്ക് അവരെ ഫോളോ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വരുണും സൂര്യയും കൂടിയിട്ട് അങ്ങ് വണ്ടിയെടുത്ത് പോകുന്നു. ആ വണ്ടിയെടുത്ത് പോകുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും ഈ കിരണും ഈ ദുർഗയും കൂടിയിട്ട് വെറുതെ ഇങ്ങോട്ട് വന്നതാണെന്ന് തോന്നുന്നില്ല. നമ്മൾ ഇതുവരെ എല്ലാവരും കണ്ണടിച്ച് വിശ്വസിച്ച പോലെ ഇനി അങ്ങനെ കണ്ണടിച്ച് വിശ്വസിക്കണ്ട, അവരെങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള നല്ല ധാരണ ഇപ്പോൾ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വണ്ടി അങ്ങനെ ഈ കിരണിനെ ഫോളോ ചെയ്ത് പോകുന്നു. അപ്പോൾ കിരണ് പോയി നേരെ പെട്ടെന്ന് ദുർഗേനെ അങ്ങ് അവളെ നിൽക്കുന്ന ഇടത്തുനിന്ന് അവളെ വണ്ടിയിലേക്ക് കയറ്റുന്നതൊക്കെ ഇവർ കാണുന്നുണ്ട്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, ഇവർ രണ്ടുപേരും ടീമായിട്ട് തന്നെയാണ് പോകുന്നത്, അപ്പോൾ ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് നമുക്കും കൂടി ഒന്ന് പോയി നോക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവരുടെ പിന്നാലെ പോകണം. അപ്പോൾ ഈ ദുർഗയും കിരണും നേരെ പോകുന്നത് അവരുടെ ആ ഒരു ടീം ഈ ബെഞ്ചമിനെ ഫോളോ ചെയ്യുന്നവരുടെ കൂട്ടത്തിലേക്കാണ്. അപ്പോൾ ഈ ബെഞ്ചമിനെ ഫോളോ ചെയ്യുന്നത് കാര്യം എന്തായാലും ഇവരിങ്ങനെ അറിഞ്ഞിട്ടില്ല, അവരങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദുർഗയും കൂടി അവരുടെ ആ ടീമിലേക്ക് അങ്ങ് കൂടുന്നുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ബെഞ്ചമിൻ്റെ വണ്ടി ഈ ദുർഗയുടെ ടീം അങ്ങ് ഓവർടേക്ക് ചെയ്ത് അങ്ങ് ലോക്ക് ചെയ്യാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ആരാണിത് എന്നൊക്കെ ബെഞ്ചമിന് പെട്ടെന്ന് തന്നെ, ഇതുവരെ അവരുടെ പിന്നാലെ ഒരാളുണ്ട് എന്നുള്ള കാര്യം ബെഞ്ചമിന് അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ വണ്ടി മുന്നിലേക്ക് അങ്ങ് ലോക്ക് ചെയ്ത് വെച്ച സമയത്ത് തന്നെ ഈ ബെഞ്ചമിന് അങ്ങ് നോക്കുകയാണ് ആരാണിത് എന്നൊക്കെ. അപ്പോൾ ആ വണ്ടിയിൽ നിന്ന് ഇവർ എല്ലാവരും കൂടി അങ്ങ് ഇറങ്ങുകയാണ്. അപ്പോൾ ഇറങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ ബെഞ്ചമിന് മനസ്സിലാവുന്നുണ്ട് അവരെ ഫോളോ ചെയ്തിട്ട് മറ്റാരൊക്കെയോ ഉണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ തന്നെ ഇവരുടെ ഗുണ്ടകളെല്ലാവരും കൂടിയിട്ട് ഇറങ്ങിയിട്ട് അവരുമായിട്ട് ഭയങ്കരമായിട്ട് ഫൈറ്റ് അങ്ങ് നടത്താണ്. അപ്പോൾ ഈ ബെഞ്ചമിനും ഇറങ്ങി അവസാനം ഫൈറ്റ് ഒക്കെ നടത്തുന്നുണ്ട്. ആ ഫൈറ്റിൻ്റെ ഇടയിൽ ഒടുക്കത്തെ ഫൈറ്റാണ്. അതിൻ്റെ ഇടയിൽ ബെഞ്ചമിൻ ഈ ദുർഗയുടെ ടീമിനെ എല്ലാവരും കൂടിയിട്ട് അങ്ങ് തല്ലി ചതച്ചിട്ട് ഈ ഒരു കത്തി എടുത്തിട്ട് ഈ അമൃതയുടെ കഴുത്തിൻ്റെ അടുത്ത് അങ്ങ് വെച്ച് അവരുടെ ഭീഷണിപ്പെടുത്തിയിട്ട് പെട്ടെന്ന് തന്നെ കാറിലേക്ക് കയറ്റിയിട്ട് അവനങ്ങ് അവിടെ നിന്ന് എസ്കേപ്പായി പോവാണ്. അവരെ കത്തി വെച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് ഇവരെ അനങ്ങാൻ പാകത്തിന് അവരെ അവിടെ അങ്ങ് നിർത്തുകയാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ വണ്ടി എടുത്ത് അങ്ങ് പോകുന്നുണ്ട്. അപ്പം പോകുന്നതിൻ്റെ ഇടയിൽ ഇവനിങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും ഇവർ ആരൊക്കെയാണെന്നൊരു കാര്യം എന്തായാലും മനസ്സിലായിട്ടുണ്ട്, ഒരാൾ ഫോളോ ചെയ്യുന്നുണ്ടുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടല്ലോ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇവരുടെ മുന്നിൽ നിന്ന് അങ്ങ് എസ്കേപ്പായി പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഈ ബെഞ്ചമിൻ അങ്ങ് ഒടുക്കത്തെ പോക്കങ്ങ് പോവാണ്. അപ്പോൾ ഈ ദുർഗയുടെ ടീമും പെട്ടെന്ന് തന്നെ അവനെ അങ്ങ് ട്രേസ് ചെയ്ത് പോകുന്നുണ്ട്. കുറേ കഴിയുമ്പോൾ ഈ ബെഞ്ചമിന് 2 വഴി എത്താണ്. ഒന്ന് കാട്ടിലേക്കുള്ള വഴിയാണ്. അപ്പോൾ ബെഞ്ചമിൻ പറയുന്നുണ്ട്, കാടും ബെഞ്ചമിനും തമ്മിൽ നല്ലൊരു കണക്ഷൻ ഉണ്ട്, അതിന് ഞാൻ കാട്ടിലേക്ക് തന്നെ പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ കൂടെയുള്ള കുറച്ച് ഗുണ്ടകളോട് കാട്ടിലൂടെ അങ്ങ് വണ്ടി ഓടിക്കാൻ പറയാണ്. അപ്പോൾ നേരെ അവർ കാട്ടിലൂടെ അങ്ങ് പോവുകയാണ്. അപ്പോൾ ഈ ദുർഗയുടെ ടീമാണെങ്കിൽ ആ കാടിൻ്റെ അടുത്ത് എത്തിയ സമയത്ത് അവിടെ തന്നെ അങ്ങ് നിൽക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിച്ച് അവിടെ നിൽക്കണം. ആ സമയത്ത് ദുർഗയും കിരണും കൂടിയിട്ട് അവരുടെ ആ ടീമിലേക്ക് അടുത്തേക്ക് അങ്ങ് എത്തുന്നുണ്ട്. അപ്പോൾ ദുർഗേനോടും ഈ കിരണിനോടും കൂടിയിട്ട് കാര്യങ്ങളെല്ലാവരും ഇവർ ആ ടീം പറഞ്ഞു കൊടുക്കുകയാണ്. ഇവരങ്ങ് ലോക്ക് ചെയ്ത കാര്യം, അവർ എസ്കേപ്പായി പോയ കാര്യം എല്ലാം, പക്ഷെ അവർ ഈ കാട്ടിലൂടെയാണ് പോയിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ ഈ ദുർഗനോട് പറയാണ്. അപ്പോൾ ദുർഗ ഇവരോട് പറയുന്നുണ്ട്, എന്തായാലും കാടിലൂടെയാണ് അവർ പോയതെങ്കിൽ നമ്മുടെ ലക്ഷ്യം ഇവിടെ അടുത്ത് തന്നെയാണ്. അവരുടെ കൂടെ ആ മുഖംമൂടി ഇട്ട ആൾ ശ്യാമ തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. പക്ഷെ നമ്മൾ ഇനിയും കാത്തിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് അവരെ ട്രേസ് ചെയ്ത് അവന് എവിടെയാണ് അവൻ്റെ താവള എന്ന് കണ്ടെത്തിയിട്ട് നമ്മൾ പോകേണ്ടിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ അങ്ങ് വെച്ച് പിടിക്കുകയാണ്. ആ കാടിൻ്റെ അകത്തുകൂടെ അങ്ങ് അവർ ആ വണ്ടിയൊക്കെ നിർത്തിയിട്ട് അങ്ങ് നടക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഈ സൂര്യൻ വരുണും കൂടിയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവരും ഈ ദുർഗേൻ്റെ ടീമിനെ കാണാതെ ഒളിഞ്ഞിരുന്നിട്ട് ഇവരെന്തൊക്കെ ചെയ്യുന്നതെന്നൊക്കെ നോക്കണേ. അപ്പോൾ വരുണിനും സൂര്യയ്ക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്, ഇവരൊരു നല്ല ടീമാണ്, ഇവർ പോലീസുകാരോ മറ്റോ ആണ് എന്നുള്ളൊരു കാര്യം. എന്തായാലും ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് നമുക്കും കൂടി ഒന്ന് പോയി നോക്കാം, ഇവരുടെ പ്ലാനിങ് ഒക്കെ എന്താണ് എന്നുള്ള ഈ നമ്മൾ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദുർഗയുടെ ആ ടീമിൻ്റെ പിന്നാലെ ഈ സൂര്യയും വരുണും കൂടിയിട്ട് അങ്ങ് പോവുകയാണ്.
അപ്പോൾ ഇവരിങ്ങനെ പോയിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക, ഒരുപാട് രാത്രിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം ബെഞ്ചമിനും ടീമാണെങ്കിൽ അവരുടെ ഒരു താവളത്തിൽ എത്തിയിരിക്കുകയാണ്. ബെഞ്ചമിന് അവരുടെ ആ ഒരു താവളത്തിന് ചുറ്റും ഒരുപാട് ഗുണ്ടകളെ നിർത്തിയിട്ടുണ്ട്, പിന്നെ കുഴി ബോംബുകളും അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ ചന്ദ്രശേഖരനെ ഈ ബെഞ്ചമിന് വിളിച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ എല്ലാ ഡീറ്റെയിൽസൊക്കെ ഇങ്ങനെ ബെഞ്ചമിനോട് ചോദിക്കണം. അപ്പോൾ ബെഞ്ചമിൻ പറയുന്നുണ്ട് കുറച്ച് പേര് അവരെ ഫോളോ ചെയ്തിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് മിക്കവാറും പോലീസുകാർ തന്നെ ആയിരിക്കും എന്നുള്ളൊരു ധാരണയൊക്കെ ഈ ബെഞ്ചമിൻ ഇവനോട് അങ്ങ് ഷെയർ ചെയ്യാണ്. അപ്പോൾ ഈ ചന്ദ്രശേഖരൻ ചോദിക്കുന്നുണ്ട്, അല്ല നീ കുഴിബോംബുകളൊക്കെ കറക്റ്റായിട്ട് തന്നെ അവിടെ വെച്ചിട്ടില്ല, ഇനി ആരെങ്കിലുമൊക്കെ വന്നാൽ അതിനുള്ള സേഫ്റ്റിയൊക്കെ നീ നോക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പോരാതെ ഇനി എപ്പോഴെങ്കിലുമൊക്കെ പിടിക്കപ്പെട്ടു എന്ന് തോന്നിയാൽ അവരെ അങ്ങ് തീർത്ത് കളഞ്ഞേക്ക് എന്നൊക്കെ ഇങ്ങനെ ഈ ബെഞ്ചമിനോട് പറയുന്നുണ്ട്. അപ്പോൾ ബെഞ്ചമിൻ പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ ഏറ്റു, ഇവിടെ ഒരു മനുഷ്യ കുഞ്ഞു പോലും വരില്ല, ഇനി വന്നാൽ തന്നെ അവരുടെ കാര്യം കട്ടപ്പുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇവന് ഫോൺ വെക്കുന്ന സമയത്ത് എന്തായാലും ദുർഗയുടെ ടീം എല്ലാവരും കൂടിയിട്ട് ആ വളഞ്ഞ് ചുറ്റുമുള്ള ഗുണ്ടകളൊക്കെ അങ്ങ് ആക്രമിക്കാൻ നിൽക്കുന്ന സമയത്താണ് അവനെ ഒരു റിമോട്ട് നോക്കിയിട്ട് ഒരു ബോംബ് അങ്ങ് പൊട്ടിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇവിടെയുള്ള ഫുള്ള് മൈൻസാണ് എന്നുള്ള കാര്യം. അപ്പോൾ ദുർഗ പെട്ടെന്ന് തന്നെ അവന് അഖിലിനോട് വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഇവിടെ ചുറ്റും മൈൽസാണ്, അതെല്ലാവരും കൂടി നിർവീര്യമാക്കി കളഞ്ഞേക്ക് എന്നൊക്കെ ഇങ്ങനെ ഇവനങ്ങ് ഫോൺ വിളിച്ച് പറഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടി ആ ചുറ്റുമുള്ള വീടിൻ്റെ ചുറ്റുമുള്ള ഗുണ്ടകളെ മൊത്തത്തിൽ അങ്ങ് കീഴ്പ്പെടുത്തി കളയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ഇവർ അകത്തേക്ക് അങ്ങ് ചെല്ലുകയാണ്. അപ്പോൾ അകത്തേക്ക് അങ്ങ് ചെല്ലുന്ന സമയത്താണ് ബെഞ്ചമിന് കാണുന്നത് ഇവർ എല്ലാ ടീമും കൂടി ഈ വീടിനകത്ത് അങ്ങ് കയറിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ബെഞ്ചമിന് പക്ഷേ ഒരു പേടിയില്ല. ബെഞ്ചമിൻ ഇങ്ങനെ അവരൊക്കെ കണ്ടിട്ട് അങ്ങ് ചിരിക്കുകയാണ്. കാരണം കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഉണ്ടാവും ബെഞ്ചമിൻ്റെ പിറകെ ഒരുപാട് ഗുണ്ടകൾ. അപ്പോൾ ദുർഗക്കും ഇവന് ചെറിയൊരു പേടി വരികയാണ്, ഇത്രയും കൂടുതൽ ആളുകൾ ഇവൻ്റെ പിറകിൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യത്തിൽ. ഇവരാണെങ്കിൽ ആകെ 4-5 പേരേ ഉള്ളൂ. അപ്പോൾ ഇവർ പെട്ടെന്ന് തന്നെ അവനെതിരെ അങ്ങ് ഫൈറ്റ് തുടങ്ങുകയാണ്. അപ്പോൾ ഈ ദുർഗ അവൻ്റെ ഓരോ ടീമിനെയും കൂടിയിട്ട് തല്ലി ചതക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ അവസാനം ഒന്നാകെ അടിപടലം തല്ലായി മാറുകയാണ്. അപ്പോൾ തല്ലിൻ്റെ ഇടയിൽ ഈ ബെഞ്ചമിന് ഈ കിരണിനെ നന്നായിട്ട് തല്ലുന്നുണ്ട്. അപ്പോൾ അത് ദുർഗ അങ്ങ് കാണുന്നുണ്ട്. അപ്പോൾ ദുർഗക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുകയാണ്. അപ്പോൾ ദുർഗ പെട്ടെന്ന് തന്നെ അവരുടെ ഗണ്ണ് എടുത്തിട്ട് ബെഞ്ചമിന് നേരെ അങ്ങ് ഷൂട്ട് ചെയ്യുന്നുണ്ട്, നിർത്താൻ പറഞ്ഞിട്ട്, സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് അവനോട് അങ്ങ് അനങ്ങാതെ നിൽക്കാൻ പറയുന്നുണ്ട്. പക്ഷെ ആ ഒരു സമയത്താണ് ഈ ദുർഗ തോക്കം പിടിച്ച് നിൽക്കുന്ന ബെഞ്ചമിൻ കാണുന്നത്. ബെഞ്ചമിന് ആ ഒരു ഷോക്കിൽ നിൽക്കുന്ന സമയത്ത് ബെഞ്ചമിൻ്റെ കൂടെയുള്ള ഒരു ടീം വന്നിട്ട് ഒരാൾ വന്നിട്ട് ഒരു കത്തി എടുത്തിട്ട് നേരെ കിരണിൻ്റെ കഴുത്തിന് അങ്ങ് വെച്ചിട്ട് കൊല്ലട്ടെ സാറേ എന്നൊക്കെ പറയാണ്. അപ്പോൾ പിന്നെ ബെഞ്ചമിൻ അങ്ങ് റിലാക്സ് ആവാണ്. എന്നിട്ട് അവൾ നേരെ ആ ഒരു നൈഫ് പിടിച്ച് നിൽക്കുന്ന ആളെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ്. എന്നിട്ട് ബെഞ്ചമിൻ ഈ ദുർഗനോട് ആ ഒരു ഗണ്ണ് അങ്ങ് തിരിച്ച് അങ്ങ് വാങ്ങുകയാണ്. എന്നിട്ട് ഈ കിരണിനെ അങ്ങ് നേരെ ഷൂട്ട് ചെയ്യാൻ നേരെ അവനെ പാകത്തിന് അങ്ങ് വെച്ച് നിന്നിട്ട് ഇവൻ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ ഈ ടീമിലെ ഒരാളെ അങ്ങ് കൊല്ലാൻ പോവുകയാണ്, ഞാൻ ഇവനങ്ങ് കൊന്നു കളയാൻ പോവുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ പിന്നെ ഈ ദുർഗക്ക് ഭയങ്കരമായിട്ട് ടെൻഷനാണ്, കിരണിനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുക എന്നൊക്കെ വിചാരിച്ച് ഇവൻ നോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവിടെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പം ബെഞ്ചമിൻ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഇവളെ അങ്ങ് തീർക്കാൻ പോവുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആ കിരണിനെ അങ്ങ് കൊല്ലാൻ വേണ്ടി ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഒരു വടി നേരെ ഈ കിരണിനെ നേരെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഈ ബെഞ്ചമിൻ്റെ കൈക്ക് അങ്ങ് കയറി തട്ടാണ്. അപ്പോൾ അവ ഗണ്ണ് താഴേക്ക് അങ്ങ് ചാടുകയാണ്. അപ്പോൾ ആരാണ് എറിഞ്ഞത് എന്നുള്ള ഭാഗത്താണ് എപ്പിസോഡ് എന്തായാലും അവസാനിച്ചത്. തീർച്ചയായിട്ടും അത് നമ്മുടെ ഈ സൂര്യ അല്ലെങ്കിൽ വരുണായിരിക്കും. കാരണം അവരാണ് ഇനി ആ ഭാഗത്തുള്ളത്, അവരെ ഫോളോ ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പം ഇവരുടെ കയ്യിൽ തന്നെ ഈ ലക്ഷ്യത്തിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ശ്യാമം മിക്കവാറും നാളെ തന്നെ റിലീസാവുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഓക്കെ, ബൈ ഓൾ.